الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا محمد അല്ലാഹു നിങ്ങൾക്ക് ബർക്കത്ത് നൽകണേ പടച്ചവനെ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മുടെ ഭവനത്തിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ നമ്മുടെ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കാൻ ഓരോ ദിവസവും നമ്മൾ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും നമ്മുടെ ഭവനത്തിൽ നിന്ന് ഇറങ്ങുന്നത് അല്ലാഹു നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരണം അതിനു വേണ്ടുന്ന ഒരു മഹത്തായ ഒരു അമൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അല്ലാഹു പറയാനും നിങ്ങൾ കേൾക്കാനും ജീവിതത്തിൽ അതൊക്കെ പകർത്താൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ വലിയ മഹത്വമുള്ള അമലുകളാണ് നമ്മൾ പറഞ്ഞു വരുന്നത് ജീവിതത്തിൽ നമ്മൾ പകർത്തിയാൽ അല്ലാഹു വലിയ വലിയ ഐശ്വര്യങ്ങൾ നൽകുന്നതാണ് അത് കാറുകൾക്കും പരിശുദ്ധ ഖുർആൻ സലാത്തിനെല്ലാം വലിയ മഹത്വങ്ങളുണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അല്ലാഹു എല്ലാത്തിലും ഉയർച്ച നൽകുന്നതാണ് നമ്മളിലേക്ക് ഒരു വിഷമം കടന്നു വന്നാൽ ഒരു പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ ഒരിക്കലും നമ്മൾ നിരാശപ്പെടരുത് അല്ലാഹു നമ്മളെ കൂടെയുള്ള ഒരു ബോധം നമുക്കുണ്ടാകണം പ്രപഞ്ചസൃഷ്ടാവായ റബ്ബ് അല്ലാഹു നമ്മുടെ കൂടെയുള്ള ഒരു വിശ്വാസം ഒരു ഉറപ്പ് നമുക്കുണ്ടാകണം റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ് അല്ലാഹു ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് മനുഷ്യനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ജീവിതത്തെയും മരണത്തെയും അല്ലാഹു സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് മനുഷ്യനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യൻ അതിനെ എങ്ങനെ സമീപിക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ് അല്ലാഹുവിനെയും റസൂലിനെയും വിശ്വാസമുള്ള ഒരാൾക്ക് ഒന്നും ഒരു വിഷമമായി തോന്നുകയില്ല കാരണം അല്ലാഹുവിനെയും റസൂലിനെയും അചഞ്ചലമായ വിശ്വാസമുള്ള ആൾക്ക് ഒരു വിഷയമേ അല്ല എൻ്റെ റബ്ബെനിക്ക് തന്നത് എന്തുണ്ടെങ്കിലും അദ്ദേഹം മനസ്സുകൊണ്ട് വിശ്വസിക്കും എൻ്റെ റബ്ബെനിക്ക് തന്നതാണ് ചിലർക്ക് വിഷമങ്ങളും സങ്കടങ്ങളും വരുമ്പോൾ അവർ ചിന്തിക്കും എൻ്റെ റബ്ബ് എന്നെ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടായിരിക്കാം എനിക്ക് അല്ലാഹു വിഷമങ്ങളും പ്രയാസങ്ങളും നൽകുന്നതെന്ന് ചിലർ ചിന്തിക്കാറുണ്ട് മുഅ്മിനീങ്ങളെ അതുകൊണ്ടാണ് എന്നെ തിരഞ്ഞുപിടിച്ച് അല്ലാഹു എന്നെ പരീക്ഷിക്കുന്നതെന്ന് ചിലർ ചിന്തിക്കാറുണ്ട് പ്രപഞ്ചസൃഷ്ടാവായ റബ്ബ് ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടാൽ അല്ലാഹു പരീക്ഷിക്കാറുണ്ട് നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ പടച്ചവനെ നീ സകല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വേദനകളും രോഗങ്ങളും വിഷമങ്ങളും അപകടങ്ങളെല്ലാം ഞങ്ങളെ കാക്കണേ അല്ലാഹ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ പ്രപഞ്ചസൃഷ്ടാവായ പടച്ചവൻ ഖുദ്സിയായ ഹദീസിലൂടെ പറയുന്നു ഒരാൾക്ക് ഒരു മുസീബത്ത് ഇറങ്ങി എന്നിട്ട് അതിന്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ അയാൾ ക്ഷമിച്ചാൽ അയാൾക്ക് സ്വർഗ്ഗമല്ലാതെ മറ്റൊന്നുമില്ല സ്വർഗ്ഗമല്ലാതെ മറ്റൊന്നും എനിക്ക് കൊടുക്കാൻ കഴിയില്ലെന്ന് പ്രപഞ്ചസൃഷ്ടാവായ അല്ലാഹു പറയുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാന്മാർ നമുക്ക് പരിചയപ്പെടുത്തി തന്ന അതിമഹത്തായ രണ്ട് ആയത്തുകളെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അതിമഹത്തായ രണ്ട് ആയത്തുകളെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഈ ആയത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മതങ്ങളാണ് ഈ ആയത്തിൽ കൂടി പറയുന്നത് അതുകൊണ്ട് തന്നെ വലിയ മഹത്വം ഈ ആയത്തിനുണ്ട് തങ്ങളുടെ മേൽ ആരെങ്കിലും സലാത്ത് ചൊല്ലിയാൽ അല്ലാഹുവിനുണ്ടാകുന്ന സന്തോഷം നിങ്ങൾക്ക് അറിയാമായിരുന്നെങ്കിൽ നിങ്ങൾ എപ്പോഴും സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുമെന്ന് മഹാന്മാർ പറയുകയാണ് സുബ്ഹാനല്ലാഹ് മുത്തനബിയുടെ മേൽ ഒരു സലാത്ത് ചൊല്ലിയാൽ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അല്ലാഹു നമുക്ക് ചെയ്യുന്ന അനുഗ്രഹങ്ങൾ ധാരാളമാണ് അത് നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ എപ്പോഴും നമ്മൾ സലാത്ത് ചൊല്ലുമായിരുന്നെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുകയാണ് ഈ ആയത്തിന്റെ ഏതാനും ചില മഹത്വങ്ങൾ ഞാൻ പറയാം ആരെങ്കിലും ഭവനത്തിൽ നിന്ന് യാത്ര പോകാൻ ഒരുങ്ങുമ്പോൾ വലത് കൈ തലയിൽ വെച്ച് ഒരു പ്രാവശ്യം ഓതിയാൽ ആ യാത്രയിൽ അയാൾ മരണപ്പെടുകയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന ആയത്തിന്റെ മഹത്വങ്ങൾ പറയാൻ പോകുകയാണ് അതിൽ ഒന്നാമത്തെ മഹത്വം നീ നിന്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് വലത് കൈ തലയിൽ വെച്ചൊരു പ്രാവശ്യം ഓതിയാൽ ആ യാത്രയിൽ അദ്ദേഹം മരണപ്പെടുകയില്ല എന്തെങ്കിലും ഖൈറായ രണ്ടാമത്തെ വിഷയം എന്തെങ്കിലും ഖൈറായ കാര്യങ്ങൾക്ക് യാത്ര പോകുമ്പോൾ ആ യാത്രയിൽ 50 തവണയെങ്കിലും ഈ ആയത്ത് ഓതിയാൽ അയാൾക്ക് ഖൈർ കൊണ്ടല്ലാതെ അയാൾ തിരിച്ചു വരുകയില്ല അതായത് നാം എന്ത് കാര്യം ഉദ്ദേശിച്ചാണോ പുറപ്പെടുന്നത് ആ കാര്യം അല്ലാഹു നേടിക്കൊടുക്കുന്നതാണ് സുബ്ഹാനല്ലാഹ് എത്ര മഹത്വമുള്ള മുഅ്മിനീങ്ങളെ നമ്മൾ ഈ യാത്ര പോകുന്ന സമയത്ത് നമ്മൾ ആ യാത്രയിൽ 50 തവണ നമ്മൾ ഈ ആയത്ത് ഓതി കൊണ്ടുപോയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം അവന് വിജയിച്ചിട്ടല്ലാതെ തിരിച്ചു മടങ്ങി വരുകയില്ല ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇറങ്ങി പോകുന്നവരാണ് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഈ മഹത്വക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തന്നതുപോലെ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക അല്ലാഹു
വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. അത്രമാത്രമുള്ള ഒരായത്തിനെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. മൂന്നാമത്തെ എല്ലാ നമസ്കാര ശേഷവും 7 തവണ ഈ ആയത്ത് പതിവാക്കിയാൽ ധാരാളം ഗുണങ്ങൾ അല്ലാഹു നൽകുന്നതാണ്. എല്ലാ നമസ്കാര ശേഷവും 7 തവണ ഈ ആയത്ത് പതിവാക്കിയാൽ ധാരാളം ഗുണങ്ങൾ അല്ലാഹു നൽകുന്നതാണ്. അതിൽപ്പെട്ടതാണ് തടവിൽപ്പെട്ട ആളാണെങ്കിൽ അല്ലാഹു മോചിപ്പിക്കുന്നതാണ്. ജയിലുകളിലുള്ളവർ ഈ ആയത്ത് ഓതിക്കൊണ്ടേയിരിക്കണം മുഅ്മിനീങ്ങളെ. അല്ലാഹു അവരെ അതിൽ നിന്ന് മോചിപ്പിക്കാനുള്ള വഴികൾ അല്ലാഹു നൽകുന്നതാണ്. എല്ലാ അടഞ്ഞ വഴികളും തുറക്കപ്പെടുന്നതാണ്. റിസ്ക് അല്ലാഹു വിശാലമാക്കുന്നതാണ്. ദാരിദ്ര്യമില്ലാതാക്കുന്നതാണ്. ദുഃഖങ്ങൾ അല്ലാഹു മാറ്റുന്നതാണ്. കടങ്ങൾ അല്ലാഹു വീട്ടിത്തരുന്നതാണ്. തോറ്റവർക്ക് അല്ലാഹു വിജയങ്ങൾ നൽകുന്നതാണ്. ഈ ആയത്ത് ഓതുന്നവർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകുന്നതാണ്. അത്ര മഹത്തായ ഒരായത്തിനെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. 4 വെള്ളിയാഴ്ച രാവിലെ ആരെങ്കിലും 3 പ്രാവശ്യം ഈ ആയത്ത് ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ അല്ലാഹു സിഹർ കണ്ണീർ പോലുള്ളവയിൽ നിന്ന് അല്ലാഹു അവനെ രക്ഷപ്പെടുത്തുന്നതാണ്. 5 ആരെങ്കിലും വെള്ളിയാഴ്ച ജുമയ്ക്ക് ശേഷം ഒറ്റ ഇരിപ്പിലിരുന്ന് കൊണ്ട് 99 തവണ ഈ 2 ആയത്ത് ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ അല്ലാഹു അവനിക്ക് സംരക്ഷണം നൽകുന്നതാണ്. അവന്റെ കച്ചവടത്തിൽ അല്ലാഹു ബർക്കത്ത് നൽകുന്നതാണ്. അവന്റെ കച്ചവടം ഒരിക്കലും തകരുകയില്ല മുഅ്മിനീങ്ങളെ. അവന്റെ കച്ചവടം അല്ലാഹു പരാജയപ്പെടുത്തില്ല, മുടക്കില്ല. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അത് മാത്രമല്ല അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും വിജയം നൽകുന്നതാണ്. സുബ്ഹാനല്ലാഹ്. 5-ാമത്തെ കണ്ടോ നിങ്ങൾ? ആരെങ്കിലും വെള്ളിയാഴ്ച ജുമയ്ക്ക് ശേഷം ഒറ്റ ഇരിപ്പിൽ ഇരുന്നു കൊണ്ട് 99 തവണ ഈ 2 ആയത്തുകൾ ഓതിയാൽ അല്ലാഹു നൽകുന്ന അനുഗ്രഹങ്ങൾ കണ്ടോ മുഅ്മിനീങ്ങളെ. 6 ഉറങ്ങാൻ കിടക്കുമ്പോൾ ഈ ആയത്ത് 11 തവണ ഓതിയാൽ സുബഹി വരെ അവൻ അല്ലാഹുവിന്റെ സംരക്ഷണയിലാണ്. യാതൊരു ബുദ്ധിമുട്ടും അവന് ഏൽക്കുകയില്ല. 7-ാമത്തെ ആരെങ്കിലും ഭക്ഷണം കാണുമ്പോൾ ഈ ആയത്ത് ഓതിയാൽ, ഉദാഹരണത്തിന് ഭക്ഷണം മുമ്പിൽ കൊണ്ടുവച്ചാൽ അല്ലെങ്കിൽ ഭക്ഷണം കണ്ടാൽ ഈ ആയത്ത് ഒരു തവണ ഓതിയാൽ അവൻ ഒരിക്കലും ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ടാകുകയില്ല. അല്ലാഹു ഖൈറുകൾ ധാരാളം നൽകുന്നതാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അതുപോലെ തന്നെ 8-ാമത്തത്, ഒരാൾ എന്തെങ്കിലും വിലപിടിപ്പുള്ള വസ്തുക്കൾ സൂക്ഷിച്ചു വെക്കുമ്പോൾ, ഉദാഹരണത്തിന് സ്വർണം പോലുള്ള വസ്തുക്കൾ സൂക്ഷിച്ചു വെക്കുമ്പോൾ ഈ ആയത്ത് ഒരു തവണ ഓതിയാൽ അതിന് യാതൊന്നും സംഭവിക്കുകയില്ല. അല്ലാഹു ധാരാളം ഖൈറുകൾ നൽകുന്നതാണ്. 9-ാമത്തെ ആരെങ്കിലും ഈ ആയത്ത് ദിവസവും ഓതിയാൽ, അതായത് ഒഴിവ് സമയങ്ങളിലെല്ലാം ഈ ആയത്ത് ഓതിക്കൊണ്ടിരുന്നാൽ അവന് അല്ലാഹുവുമായിട്ടുള്ള മറ നീങ്ങിപ്പോകുന്നതാണ്. എന്ന് പറഞ്ഞാൽ അവനിക്കും അല്ലാഹുവിനും ഇടയിൽ മറയിടാൻ പിശാചിന് കഴിയുകയില്ല. അല്ലാഹു അവന്റെ ദുആ സ്വീകരിക്കുന്നതാണ്. അതുപോലെ തന്നെ ആരെങ്കിലും 41 പ്രാവശ്യം മുടങ്ങാതെ ഈ ആയത്ത് ഓതിയാൽ പലവിധ അത്ഭുതങ്ങളും അവന് കാണാൻ സാധിക്കും. അത്ഭുതങ്ങളുടെ കലവറ അവർക്ക് മുന്നിൽ തുറക്കപ്പെടും. ഈ ആയത്തുകൾ പറഞ്ഞാൽ തീരാത്ത മാറ്റങ്ങൾ ഈ ആയത്തിനുണ്ട് മുഅ്മിനീങ്ങളെ. ഒരുപാട് മാറ്റങ്ങളുള്ള ആയത്താണ്, ഒരുപാട് മാറ്റങ്ങളുള്ള ആയത്താണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കുമൊക്കെ ഈ വീഡിയോകൾ നിങ്ങൾ അയച്ചു കൊടുക്കുക. അവരെല്ലാം ഈ ആയത്ത് ഓതട്ടെ. അല്ലാഹു ധാരാളം അനുഗ്രഹങ്ങൾ അവർക്ക് നൽകുമാറാകട്ടെ. ആമീൻ. അതുപോലെ മഹത്തുക്കളായ ആലിമീങ്ങൾ പറഞ്ഞതുപോലെ ഈ ആയത്ത് പാരായണം ചെയ്ത ഒരുപാട് ജനങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട്. ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമ്മുടെ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി തരണം. അല്ലാഹു സന്തോഷങ്ങൾ നിലനിർത്തണം. മുസീബത്തുകളും ഇടങ്ങേറുകളും വിഷമങ്ങളും പ്രയാസങ്ങളെല്ലാം അല്ലാഹു നമ്മളിൽ നിന്ന് അകറ്റണം. അല്ലാഹുവേ, സർവ്വ ഖൈറുകളും നിങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ധാരാളം അനുഗ്രഹങ്ങൾ നൽകണേ അല്ലാഹ്. വിഷമങ്ങൾ ഒരുപാട് മുറാദുകളുള്ളവരാണ് ഞങ്ങളുടെ സകല മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അപ്പൊ ജീവിതത്തിന്റെ പല മേഖലകളിൽ വിഷമിക്കുന്നവരും പ്രയാസപ്പെടുന്നവരുണ്ട്, ഭവനമില്ലാത്തവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്, കടമുള്ളവരുണ്ട്, രോഗമുള്ളവരുണ്ട്. മഹത്തുക്കളായ പണ്ഡിതന്മാര് പറഞ്ഞു തന്നതുപോലെ ഈ ആയത്ത് നിങ്ങളൊന്ന് പതിവാക്കി നോക്ക്. അല്ലാഹു വലിയ വലിയ വിജയങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നതാണ്. നിങ്ങളുടെ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുന്നതാണ്.
ആവശ്യത്തിന് വേണ്ടി നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ അലിമീങ്ങൾ നമുക്ക് പറഞ്ഞു തന്നതുപോലെ ഈ ആയത്ത് ഓതിക്കൊണ്ട് നിങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങൾ ആവശ്യം അല്ലാഹു പൂർത്തിയാക്കുന്നതാണ്. നിങ്ങൾ എവിടെയെല്ലാം ചെല്ലുന്നോ ആ ഭാഗങ്ങളിലെല്ലാം അല്ലാഹു വിശാലത നൽകുന്നതാണ്. ഖൈറുകൾ അല്ലാഹു ധാരാളം നൽകുന്നതാണ് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് നിങ്ങൾ ഈ മഹത്തായ ആയത്തിൽ നിങ്ങൾ മുറുകെ പിടിക്കുക. വലിയ മഹത്വമുള്ള ആയത്താണ് ഇത്, വലിയ മഹത്വമുള്ള ആയത്താണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹുകൾ പറയുന്ന വലിയ മഹത്വമുള്ള ആയത്താണ്. ആയത്തിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം, ഞാൻ ഓതിത്തരാം. അപ്പൊ ഈ ആയത്തുള്ളത് സൂറത്ത് തൗബയിലെ അവസാനത്തെ 2 ആയത്തുകളാണ്. ഞാൻ ഓതിത്തരാം മുഅ്മിനീങ്ങളെ. أعوذ بالله من الشيطان الرجيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. ഈ മഹത്തായ ആയത്താണ്. അല്ലാഹുവേ റഹ്മാനായ റബ്ബേ പ്രപഞ്ചസൃഷ്ടാവായ പടച്ചവനേ, ഇതെല്ലാം ഞങ്ങൾക്ക് മഹത്തുക്കളായ ആലിമീങ്ങൾ പറഞ്ഞു തന്നതുപോലെ പാരായണം ചെയ്യാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മുറാദുകൾ നീ ഹസനാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി തരണേ അല്ലാഹ്. പടച്ചവനേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. ഇതെല്ലാം ഞങ്ങൾക്ക് 2 ലോകത്ത് വിജയം കൈവരിക്കാനുള്ള ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് നീ മാപ്പ് ചെയ്ത് കൊടുക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ പടച്ചവനേ, ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ഞങ്ങൾ പലരും പലവിധ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് അല്ലാഹുവേ. ഞങ്ങളുടെ രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. അപ്പേ, ഞങ്ങൾ പലരും കടക്കാരാണ് അല്ലാഹ്. ഞങ്ങളുടെ കടങ്ങൾ നീ വീട്ടി തരണേ അല്ലാഹ്. പടച്ചവനേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ പലരും ഭവനമില്ലാത്തവരാണ് അല്ലാഹുവേ. നീ ഞങ്ങൾക്ക് ഭവനം നൽകണേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് ഭവനം നൽകണേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് ഭവനം നൽകണേ അല്ലാഹ്. പടച്ചവനേ, എത്രയോ മക്കളുള്ള ഭവനങ്ങളിൽ വിവാഹപ്രായമെത്തി നിൽക്കുന്ന അല്ലാഹു, ഇവരിലേക്കെല്ലാം നീ സാലിഹീങ്ങളായ ഇണകളെ നൽകണേ അല്ലാഹ്. സാലിഹീങ്ങളായ ഇണകളെ നൽകണേ പടച്ചവനേ. അല്ലാഹുവേ, ഞങ്ങൾ പലരും ജോലിയില്ലാത്തവരാണ് റബ്ബേ. ഞങ്ങൾക്ക് നീ ജോലി നൽകണേ അല്ലാഹ് റബ്ബേ. അതുപോലെ തന്നെ എത്രയോ മക്കളില്ലാത്തവരുണ്ട് പടച്ചവനേ. അവർക്കെല്ലാം സാലിഹീങ്ങളായ മക്കളെ നീ നൽകണേ അല്ലാഹ്. സാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്. ഒരുപാട് ദമ്പതിമാര് നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് പടച്ചവനേ. അല്ലാഹു, ഇവർക്കെല്ലാം നീ സാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്. പടച്ചവനേ, ഞങ്ങളുടെ സഹോദരങ്ങൾ പലരും വിദേശ രാജ്യങ്ങളിലാണ്. അതുപോലെ ഞങ്ങളോട് ദിക്ർ ചൊല്ലുന്ന മുഅ്മിനീങ്ങൾ, എല്ലാ പ്രഭാതത്തിൽ ദിക്ർ ചൊല്ലുന്ന മുഅ്മിനീങ്ങൾ ഒരുപാട് പേരുണ്ട് റബ്ബേ. അവരുടെ മക്കൾ വിദേശ രാജ്യങ്ങളിലാണ് തമ്പുരാനെ. ഞങ്ങൾ പ്രിയപ്പെട്ടവർ പലരും വിദേശ രാജ്യങ്ങളിലാണ് അല്ലാഹുവേ. സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം അല്ലാഹുവേ പടച്ചവനേ അവർക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങൾ പലരും ഉംറയ്ക്കും ഹജ്ജിനെല്ലാം പോകാൻ നിൽക്കുന്ന റബ്ബേ, ഞങ്ങളുടെ യാത്രകൾ നീ എളുപ്പമാക്കണേ അല്ലാഹ്. ഒരുപാട് പ്രാവശ്യം ഹജ്ജും ഉംറയും ഒക്കെ ചെയ്യാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങളുടെ യാത്രകളൊന്നും നീ തമ്പുരാനെ റഹ്മാനായ റബ്ബേ, ഹജ്ജും ഉംറയും ഒക്കെ നീ ഞങ്ങൾ ചെയ്തതൊക്കെ അവസാനത്തെ യാത്രയാക്കല്ലേ അല്ലാഹ്. ഒരുപാട് പ്രാവശ്യം ഹജ്ജും ഉംറയും ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. ഒരുപാട് പ്രാവശ്യം ആ മണ്ണിൽ പോകാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. പടച്ചവനേ, ഞങ്ങൾ പലരും കച്ചവടക്കാരാണ് അല്ലാഹുവേ. ഞങ്ങളുടെ കച്ചവടത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. സന്തോഷങ്ങൾ നിലനിർത്തണേ അല്ലാഹ്. ഞങ്ങളുടെ ബിസിനസ്സുകളിൽ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ തൊഴിലുകളിൽ നീ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. പടച്ചവനേ, ഞങ്ങളുടെ ബിസിനസ് സ്ഥാപനങ്ങളെയും ഞങ്ങളുടെ തൊഴിലുകളെയെല്ലാം പടച്ചവനേ, ഞങ്ങളുടെ കൂട്ടത്തിൽ പല സഹോദരങ്ങളും കച്ചവടക്കാരാണ് അല്ലാഹുവേ. കച്ചവടങ്ങളെയും ഞങ്ങളുടെ തൊഴിലുകളെല്ലാം എല്ലാത്തിനും നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ധാരാളം അനുഗ്രഹങ്ങൾ നൽകണേ പടച്ചവനേ റഹ്മാനായ റബ്ബേ. ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകണേ തമ്പുരാനെ. ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിലെല്ലാം ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. ഞങ്ങളുടെ ശരീരങ്ങളിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. കിഡ്നി രോഗം, ഹാർട്ട്, ബ്രെയിൻ ട്യൂമർ, കുഷ്ഠ, ക്യാൻസർ പോലെയുള്ള പേടിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന രോഗങ്ങൾ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ കാക്കണേ അല്ലാഹ്. ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ
അതിലെല്ലാം ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്, അതിലെല്ലാം അനുഗ്രഹങ്ങൾ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെയൊക്കെ സാലിഹീങ്ങളും ആലിമീങ്ങളും പണ്ഡിതന്മാരും അല്ലാഹു ഉദ്യോഗസ്ഥരും ഒക്കെ ആക്കി നീ മാറ്റണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ മാതാപിതാക്കൾക്കും നാട്ടുകാർക്കും കുടുംബത്തിനുമെല്ലാം ഉപയോഗമുള്ള മക്കളാക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് അവർക്ക് നൽകണേ അല്ലാഹ്. ഓർമ്മശക്തി നൽകണേ അല്ലാഹ്. ബുദ്ധി കൂർമ്മ നൽകണേ അല്ലാഹ്. സർവ്വാപത്തുകൾ തൊട്ടും ഇടങ്ങേറുകളെ തൊട്ടുമെല്ലാം ഞങ്ങളെ ഞങ്ങളുടെ മക്കളെ കാക്കണേ അല്ലാഹ്. അപകടമരണങ്ങളെ തൊട്ട് ഞങ്ങളെ ഞങ്ങളുടെ മക്കളെ കാക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. സർവ്വ ഐശ്വര്യങ്ങളും നിലനിർത്തണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ മക്കളുടെ പരീക്ഷകളൊക്കെ കടന്നു വരികയാണ്. എല്ലാ പരീക്ഷകളിലും അവരെ നീ വിജയിപ്പിക്കണേ അല്ലാഹ്. സന്തോഷം നിലനിർത്തണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആ നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ برحمتك يا ارحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم.